ഫയർ അല്ല, വൈൽഡ് ഫയർ. ബോക്സ് ഓഫീസിൽ 1500 കോടി കടക്കാൻ ഒരുങ്ങി അല്ലു അർജുന്റെ പുഷ്പ 2. തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ പുഷ്പ 2 ദ റൂൾ ലോകമെമ്പാടുമായി ബോക്സ് ഓഫീസിൽ 1500 കോടി കവിയാൻ ഒരുങ്ങുന്നു. ചിത്രം 11 ദിവസം കൊണ്ട് 1400 കോടി കടന്നതായി നിർമ്മാതാക്കൾ പറയുന്നു. ഡിസംബർ 16 തിങ്കളാഴ്ച ചിത്രത്തിന് എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെങ്കിലും ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഏകദേശം 30 കോടി രൂപ നേടി. ചിത്രം തിയേറ്ററുകളിൽ നീണ്ടു നിൽക്കുന്നതിന്റെ വലിയ സൂചനയാണിത്. വൻ പ്രതീക്ഷകൾക്കൊടുവിൽ ഡിസംബർ 5-നാണ് പുഷ്പ 2 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. സമ്മിശ്ര നിരൂപണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. എങ്കിലും തിയേറ്ററുകളിൽ അത്യപൂർവമായ നേട്ടമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ഇന്ത്യൻ സിനിമയായി ഇത് മാറി. ട്രേഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഹിന്ദി പതിപ്പ് യഥാർത്ഥ തെലുങ്ക് പതിപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തിങ്കളാഴ്ച ചിത്രം ഇന്ത്യയിൽ 27.75 കോടി രൂപ നേടി. ഇതിൽ ഹിന്ദി പതിപ്പിന് മാത്രം 21 കോടി രൂപ ലഭിച്ചു. തെലുങ്ക്, തമിഴ് പതിപ്പുകൾ യഥാക്രമം 5.45 കോടിയും 1 കോടിയും നേടി. ട്രാക്കിംഗ് വെബ്സൈറ്റ് പ്രകാരം പുഷ്പ 2വിന്റെ 12 ദിവസത്തെ മൊത്തം കളക്ഷൻ 929.95 കോടി രൂപയാണ്. ഹിന്ദി പതിപ്പ് 573.1 കോടി നേടിയപ്പോൾ തെലുങ്ക് പതിപ്പ് 12 ദിവസം കൊണ്ട് 287.07 കോടി നേടി. ബുക്ക് മൈ ഷോയിൽ പുഷ്പ 2 15 ദശലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു. ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റുകൾ പാൻ ഇന്ത്യ സിനിമകളുടെ അപ്രതിരോധ്യമായ ഉയർച്ചയാണ് കാണിക്കുന്നത്. ഈ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ പ്രകടനത്തോടെ പുഷ്പ 2 ദി റൂൾ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 2ാമത്തെ ചിത്രമാണ്. ഹൈദരാബാദ്, മുംബൈ, ബംഗളൂരു, ഡൽഹി NCR, പൂനെ, ചെന്നൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത, വിശാഖപട്ടണം, ലഖ്നൗ തുടങ്ങിയ നഗരങ്ങളിൽ സിനിമ കുതിപ്പ് നടത്തുകയാണ്.